Hamir Gold and Diamond. CV വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജുവിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് ഉയരെ 2024 ഉദ്ഘാടനവും റേഡിയോ, പാലിയേറ്റീവ് ഉപകരണങ്ങൾ, പഠനോപകരണ വിതരണങ്ങൾ എന്നിവയുടെ വിതരണവും KC വേണുഗോപാൽ MP നിർവഹിച്ചു. 2023-24 അധ്യയന വർഷം SSLC, +2, ഡിഗ്രി ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ വിജയം കൈവരിച്ച CV വാർഡ് നിവാസികളെയും ആദരിച്ചു. വാർഡിൽ കിടപ്പിലായവർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാൻ കഴിയാത്തവർക്കും നൽകി വരുന്ന റേഡിയോ വിതരണവും നടത്തി. കോളേജ് NSS യൂണിറ്റ് നടത്തി വരുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപത അധ്യക്ഷൻ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. A ഷുക്കൂർ XMLA, സെന്റ് ജോസഫ് കോളേജ് മാനേജർ സിസ്റ്റർ ഫിലോമിന പുത്തൻപുര, പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷ, ഡോക്ടർ സിസ്റ്റർ ബിൻസി ജോൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ പറയാനുള്ളത് ചാകരയൊക്കെ വീഴുന്നത് പോലെയാണ് ആ വാർഡിലെ വോട്ടെണ്ണുമ്പോൾ. ചോദിച്ചാലും ഒരു കുട്ടിയുടെ പഠനത്തിൽ നിങ്ങൾ കുറച്ച് സഹായിക്കണമെന്ന് പറഞ്ഞാൽ തരുന്നവരാണ് എല്ലാവരും. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ പോകുന്ന ആളുകൾ ഹോണസ്റ്റി ഉള്ളവരായിരിക്കണം, നമ്മുടെ എഫേർട്ട് സിൻസിയറും കൂടെ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ചിന്തയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എനിക്ക് പഠിക്കുന്ന ഈ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ നിലകളിൽ എത്തണം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. +2-ൽ A+, SSLCയിൽ A+. ഇത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ചൂടുവെപ്പ്. ഒരുപാട് മത്സരങ്ങൾ വരും. ഏറ്റവും വലിയ മത്സരം വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്ര നല്ല ഡോക്ടർമാരുണ്ട്. ദൈവദൂതന്മാരെ പോലെയാണ് ഡോക്ടർമാരെ കാണുന്നത്. പക്ഷേ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന പരാതി കാഷ്വാലിറ്റിയിൽ ഏറ്റവും അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടുപോയാൽ ഒന്ന് കണ്ണോടിക്കാതെ കടന്നു പോകുന്ന ഡോക്ടർമാരിൽ പലരുമുണ്ട്. ദുരന്ത മുഖത്ത് ഇന്നിപ്പം നമ്മൾ രാവിലെ ഇന്നൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കർണാടകത്തിലുണ്ടായ ഒരു ദുരന്തമാണ്. ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ അലർട്ടാവേണ്ട ഡിസ്ട്രിക്ട് കളക്ടർ ആ രീതിയിൽ അലർട്ടാവുന്നില്ലെങ്കിൽ പിന്നെ ആ കളക്ടർ ഉദ്യോഗം കൊണ്ട് എന്ത് കാര്യം? ഞാനതാ പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന അധികാരവും പദവിയും മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കത്തക്കവണ്ണം ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്.